പുറത്തേക്ക് വരുന്നയാൾ ചെറിയൊരാളല്ല, പൊളിറ്റിക്കലി അടക്കം രാഷ്ട്രീയമായിട്ടടക്കം നോക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ജാമ്യം നൽകലിന് എത്രത്തോളം പ്രസക്തിയുണ്ട് അനന്തൻ? പ്രജീഷ്, ഇത് സ്വാഭാവിക ജാമ്യം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ നേടിയാണ് ഈ കേസിലെ പ്രതി എൻ വാസു പുറത്തേക്ക് വരുന്നത്. കുറ്റവിമുക്തി നേടിയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ FIR കട്ടളപ്പാളി കവർന്നു എന്ന കേസിലെ പ്രതിയാണ് എൻ വാസു. കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട് മോഷണം നടക്കുമ്പോൾ എൻ വാസു അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നു. ആ കട്ടളപ്പാളി ചെമ്പുപാളിയാണ് എന്ന് വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് എടുത്തുകൊണ്ടു പോകാനുള്ള സൗകര്യം ഒരുക്കി എന്നുള്ളതാണ് എൻ വാസുവിനെതിരെയുള്ള കേസ്. അതിൽ കട്ടളപ്പാളി അത് സ്വർണം പൊതിഞ്ഞതാണ് എന്ന് വാസുവിന് അറിയാമായിരുന്നു. പക്ഷേ അതിനു മുൻപുള്ള രേഖകളിലൊക്കെ ഉണ്ടായിരുന്നതിന് വിരുദ്ധമായി കട്ടളയിൽ പതിപ്പിച്ചിരിക്കുന്ന ചെമ്പുപാളി അത് സ്വർണം പൊതിയാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടണം, സ്മാർട്ട് സ്റ്റേഷൻസിലേക്ക് കൊടുത്തു വിടണം എന്നുള്ള രേഖ ഉണ്ടാക്കിയത് വാസുവാണ് എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. ആ രേഖ വാസുവിന് എതിരായ വലിയ തെളിവായി മാറുകയും ചെയ്തു. അതിനുശേഷം അന്വേഷണത്തിലാണ് മറ്റൊരു കാര്യം കൂടി SIT കണ്ടെത്തുന്നത്. അതായത് ഈ സ്വർണമെല്ലാം ഉരുക്കിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ സന്ദേശം ദേവസ്വം ബോർഡിലേക്ക് അയച്ചു. അന്ന് വാസു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വളർന്ന സമയമാണ്. അപ്പോൾ ആ മെയിലിലുള്ളത് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം പൂശിയ പാളികളിൽ സ്വർണം പൂശിയതിൻ്റെ അധികമായി എൻ്റെ പക്കൽ കുറച്ച് സ്വർണം ഇരിപ്പുണ്ട്, അത് ഞാനൊരു നിർധന യുവതിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് അനുമതി ചോദിക്കുന്ന ഒരു ഇമെയിലാണ് വന്നത്. അപ്പോൾ ശബരിമലയിലെ പാളികളിൽ നിന്ന് സ്വർണം പൂശിയതിന് ശേഷം അധികം സ്വർണം വന്നു, അത് സ്പോൺസറുടെ കൈവശമുണ്ട് എന്ന് ഉത്തമ ബോധ്യം അങ്ങനെ എൻ വാസുവിന് വന്നിട്ടും ഒരു നടപടിയും എടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണമോ ഒന്നും നടത്തിയില്ല എന്നുള്ള ഗുരുതരമായ ഒരു കൃത്യവിലോപം വാസു വരുത്തി എന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ഒരു പ്രതിയായിരുന്നു എൻ വാസു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇനിയിപ്പോൾ ഇത് SITക്ക് തിരിച്ചടിയാണോ എന്നുള്ളത് സംബന്ധിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും അതൊരു തിരിച്ചടിയല്ല, അത് അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും ബാധിക്കില്ല എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നതാണ്. അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യം അത് സുപ്രീം കോടതി നിഷ്കർഷിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ആശ്വാസം ലഭ്യമായി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഓർക്കണം, കുറ്റമുക്തനല്ല, ചാർത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുന്നു. പുറത്തേക്ക് വരുമ്പോഴും ED എന്ന ആ അടുത്ത ഒരു ഘട്ടം കൂടി ഫേസ് ചെയ്യാൻ തയ്യാറാകണം എൻ വാസു എന്ന അനിവാര്യത കൂടി വരുന്നുണ്ട്.